തമിഴ്നാട്ടിലേക്കാണ് പോകേണ്ടത്. അവിടെ തെരഞ്ഞെടുപ്പ് മാമാങ്കമായിരുന്നു. അതെ, തമിഴ്നാട്ടിലെ പോളിംഗ് ശതമാനത്തിലെ വർധനവ് കൂട്ടിയും കിഴിച്ചും മുന്നണികൾ. പോളിംഗ് വർദ്ധിച്ചത് സ്റ്റാലിൻ സർക്കാരിനെതിരായ വിധിയെഴുത്ത് എന്നാണ് എൻ.ഡി.എ ക്യാമ്പുകൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. എന്നാൽ ഹിന്ദി വിരുദ്ധ രാഷ്ട്രീയവും വോട്ടിന് പണം നൽകുന്നത് ഉൾപ്പെടെ സൗജന്യങ്ങളും വീണ്ടും തമിഴ് ജനത സ്വീകരിച്ചു എന്നാണ് DMK നേതൃത്വത്തിന്റെ അവകാശവാദം. ഇതാണ് ഇന്ത്യ സഖ്യത്തിന്റെ കണക്കുകൂട്ടലും. അതേസമയം വിജയുടെ TVKയും സീമാന്റെ നാം തമിഴർ കക്ഷിയും ആരുടെ വോട്ട് പിടിക്കും എന്നതും ഏവരും ഉറ്റുനോക്കുന്നുണ്ട്. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, തമിഴകം എന്താണ് പറഞ്ഞു വച്ചിരിക്കുന്നത്? ഈ പറഞ്ഞ പോലെ പോളിംഗ് ശതമാനം എടുത്താൽ അത് വലിയ രീതിയിലുള്ള ഒരു വർധന കാണിച്ചിട്ടുണ്ട്. അത് ആർക്ക് അനുകൂലമാകും എന്ന് കരുതാം? രാഖി, തീർച്ചയായിട്ടും തമിഴ്നാട് സർവകാല റെക്കോർഡ് പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലെ തമിഴ് ജനത വിധി എഴുതിയപ്പോൾ അതിൽ 75.13% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചരിത്രമാണ് എന്നുള്ളത് തന്നെയാണ്. കാരണം തമിഴ്നാട്ടിൽ 80%-ലധികം പോളിംഗ് കടക്കുന്നത് അത് ആദ്യമായിട്ടാണ് എന്നുള്ളതാണ്. 80%-ൽ മുകളിൽ ഇതുവരെ പോളിംഗ് തമിഴ്നാട്ടിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അത്തരത്തിൽ സർവകാല റെക്കോർഡ് ഒരു ചരിത്രം കുറിച്ചിരിക്കുകയാണ് തമിഴ് ജനത എന്നുള്ളതാണ്. 2021 കണക്ക് നോക്കുമ്പോൾ 73.63% മാത്രമാണ് പോളിംഗ് ഉണ്ടായിരുന്നത്. 2016 നോക്കുമ്പോൾ അല്പം കൂടുതലുണ്ടായിരുന്നു, 74.81 ആയിരുന്നു അന്നത്തെ പോളിംഗ്. പക്ഷേ ഇത്തവണ അതല്ല, 75.13 എന്ന് പറയുന്നതാണ് ഏറ്റവും അവസാനമായിട്ട് പുറത്തു വരുന്ന തമിഴ്നാട്ടിലെ സർക്കാരിൻ്റെ കണക്കുകൾ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കണക്കുകൾ എന്നുള്ളതാണ്. ഏതായാലും ഇത്രയും വലിയ പോളിംഗ് രേഖപ്പെടുത്തിയത് നേരത്തെ ഈ SIR മൂലം പോളിംഗിൽ വർധനവ് ഉണ്ടാകുമോ എന്നുള്ളത് കണക്ക് കൂട്ടിയിരുന്നു. പക്ഷേ SIR മൂലം പോളിംഗിലെ കണക്കിൽ വർധനവ് ഉണ്ടാവണമെങ്കിൽ ഒരു 1-2% അല്ലെങ്കിൽ കൂടിപ്പോയാൽ ഒരു 3% വർധനവായിരുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രതീക്ഷിച്ചിരുന്നത്. അങ്ങനെയാണെങ്കിൽ 73 എന്ന കഴിഞ്ഞ തവണത്തെ പോളിംഗ് ശതമാനം അതൊരു 76-ലേക്ക് എത്തുമെന്നുള്ളതായിരുന്നു കണക്ക് കൂട്ടൽ. ഏതെങ്കിലും തരത്തിലുള്ള ഒരു വർധനവുണ്ടായാലും അതൊരു 78-ലേക്ക് വരെയൊക്കെ മാക്സിമം ഉയരാൻ സാധ്യതയുള്ളൂ എന്നുള്ളതായിരുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കണക്ക് കൂട്ടിയിരുന്നത്. പക്ഷേ കണക്കുകളെയൊക്കെ തെറ്റിച്ചുകൊണ്ടാണ് സർവ്വകാല റെക്കോർഡ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 85.13 എന്നുള്ള വലിയ റെക്കോർഡ് പോളിംഗിലേക്ക് തമിഴ്നാട് കടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഈ പോളിംഗ് ശതമാനം വർദ്ധിച്ചത് വലിയ ആത്മവിശ്വാസം നൽകുന്നത് അത് പ്രധാനമായിട്ടും തമിഴ്നാട്ടിലെ പ്രതിപക്ഷമായ NDA തന്നെയാണ്. NDAയെ സംബന്ധിച്ചിടത്തോളം BJPയും AIDMKയും ഒക്കെ വലിയ പ്രതീക്ഷയിലാണ്. കാരണം സ്റ്റാലിൻ സർക്കാരിനെതിരെ വലിയ ജനവികാരമുണ്ട്. അത് ജനങ്ങൾ വോട്ടിൽ പോളിംഗിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് AIDMK BJP സഖ്യം NDA സഖ്യം കണക്ക് കൂട്ടുന്നത് എന്നുള്ളതാണ്. അവർ കൃത്യമായിട്ട് തന്നെ തമിഴ്നാട്ടിലെ എല്ലാ പ്രശ്നങ്ങളും, അതായത് തമിഴ്നാട്ടിലെ ക്രമസമാധാന നില തകർച്ചയാണെങ്കിലും അതുപോലെ തന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമമാണെങ്കിലും മദ്യവും മയക്കുമരുന്നും ഒഴുക്കുന്ന സ്റ്റാലിൻ സർക്കാരിൻ്റെ നയങ്ങളാണെങ്കിലും ഒക്കെ തുറന്നു കാട്ടിക്കൊണ്ട് കൃത്യമായി തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തി വെച്ചിട്ടുണ്ട്. അതിന് ജനങ്ങൾ സ്വീകരിച്ചതാണ് എന്നുള്ളതാണ് അവർ കണക്ക് കൂട്ടുന്നത്. ഒപ്പം തന്നെ വിജയ് എന്ന സിനിമാ താരം TVK എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചതിന് ശേഷം നേരിടുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്. വിജയുടെ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കുള്ള പ്രവേശനം അതും ജനങ്ങളിൽ ഒരു വലിയ ഇളക്കം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് TVK കണക്ക് കൂട്ടുന്നത്. യുവാക്കളും ജെൻസി വോട്ടർമാരൊക്കെ വ്യാപകമായിട്ട് പോളിംഗ് ബൂത്തിലേക്ക് വലിയ രീതിയിൽ എത്തുന്ന സാഹചര്യം വിജയിലൂടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അവരുടെ കണക്ക് കൂട്ടൽ. അതുകൂടെ ഈ പോളിംഗ് ശതമാനം വർദ്ധിപ്പിക്കുന്നതിലേക്ക് വഴിവെച്ചതായിട്ട് TVK കരുതുന്നു. TVK ഒരു അട്ടിമറി വിജയം പല മണ്ഡലങ്ങളിലും ഉണ്ടാവും എന്നുള്ള വലിയ പ്രതീക്ഷയിലാണ്. വിജയ് തന്നെ 2 മണ്ഡലങ്ങളിൽ പെരമ്പൂരിലും തൃച്ചിയിലും ഉൾപ്പെടെ മത്സരിക്കുന്നുണ്ട്. ആ 2 ഇടത്തും വിജയിക്കാനാവുമെന്നുള്ള പ്രതീക്ഷയൊക്കെ TVK പ്രവർത്തകർ വെച്ച് പുലർത്തുന്നു എന്നുള്ളതാണ്. അതേസമയം തന്നെ നാം തമിഴർ കക്ഷി എന്നിട്ടുള്ള സീമാൻ്റെ പാർട്ടി കഴിഞ്ഞ തവണ 8% വോട്ട് തമിഴ്നാട്ടിൽ നേടിയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയാണ്. അവരും ഇത്തവണ ഈ സ്റ്റാലിൻ സർക്കാരിനെതിരായിട്ടുള്ള ജനരോഷം അത് അവർക്കും ഗുണമാവും എന്നുള്ള പ്രതീക്ഷയിലാണ്. അവർക്ക് കഴിഞ്ഞ തവണ സീറ്റുകളൊന്നും വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. വലിയ വോട്ട് ശതമാനം നേടാനെങ്കിലും സീറ്റുകൾ വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത്തവണ അവർക്ക് സീറ്റുകൾ കൂടി വിജയിപ്പിച്ചെടുക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമാണ് അവർക്കുള്ളത്. അതേസമയം NDAയിലുള്ള ഒരു പ്രതീക്ഷ എന്നുള്ളത് വിജയ് പിടിക്കുന്ന വോട്ട് സ്വാഭാവികമായിട്ടും DMK വോട്ടുകളാവാനുള്ള സാധ്യത വളരെയേറെ ഉണ്ട് എന്നുള്ളതാണ് NDAയുടെ കണക്കുകൂട്ടൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും പല മണ്ഡലങ്ങളിലും, അതായത് DMK വോട്ടുകൾ സ്പ്ലിറ്റ് ആവുകയും വിജയിലേക്കും സീമാനിലേക്കും ഉൾപ്പെടെ സ്പ്ലിറ്റ് ആവുകയും ആ മണ്ഡലങ്ങളിലൊക്കെ AIDMKയും BJPക്കുമൊക്കെ വിജയിച്ചുകൊണ്ട് തമിഴ്നാട്ടിൽ
ഒരു NDA സർക്കാർ രൂപീകരിക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസമാണ് NDA ക്യാമ്പുകളിൽ നമുക്ക് ഇന്നിപ്പോൾ പോളിംഗ് പൂർത്തിയായപ്പോൾ കാണാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ നമുക്ക് DMK-യിലേക്ക് വരുമ്പോൾ DMK-യും ഇന്ത്യ സഖ്യം കോൺഗ്രസും CPM ഒക്കെ ഉൾപ്പെടുന്ന ആ ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു പ്രതീക്ഷ എന്നുള്ളത് ഈ പോളിംഗ് ശതമാനം വർദ്ധിച്ചത് അവരുടെ ഫ്രീ ബീസും അതുപോലെ തന്നെ ഹിന്ദു വിരുദ്ധ രാഷ്ട്രീയവും ജനങ്ങൾ സ്വീകരിച്ചു എന്നുള്ളതാണ്. വലിയ രീതിയിൽ ആളുകളുടെ ഇടയിൽ ഭിന്നിപ്പ് സൃഷ്ടിച്ചുകൊണ്ടുള്ള പ്രചാരണങ്ങളായിരുന്നു DMK നടത്തിയിരുന്നത്. അത് ഹിന്ദിയുടെ പേരിലാണെങ്കിലും ഹിന്ദു വിഭാഗത്തിൻ്റെ പേരിലാണെങ്കിലും ഒക്കെ വലിയ ഒരു പ്രീണനം നടത്തിയിരുന്നു, ന്യൂനപക്ഷ പ്രീണനം. അതിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിൽ അതൊരു ആയുധമായിട്ട് സ്റ്റാലിൻ പ്രയോഗിക്കുന്ന കാഴ്ചകളൊക്കെയാണ് കണ്ടത്. സനാതന ധർമ്മത്തെ ഒഴിക്കണം, അത് ഡെങ്കു മലേറിയ പോലെയാണെന്നൊക്കെയുള്ള സ്റ്റാലിൻ്റെ മകനായും ഉപമുഖ്യമന്ത്രി കൂടെ ആയ ഉദയനിധി സ്റ്റാലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പരാമർശമൊക്കെ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചകളായിരുന്നു. മാത്രമല്ല തിരുപ്പരംകുന്റം ക്ഷേത്രത്തിൽ അവിടെ മുസ്ലിം സമുദായത്തിന് ആട് വെട്ടിക്കൊണ്ട്, അതായത് ഒരു മൃഗബലി നടത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയതും അതിനുശേഷം അവിടെ വലിയ പ്രതിഷേധങ്ങൾ അലയടിച്ചതുമൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചകളായിരുന്നു. ആ വിഷയങ്ങളിലൊക്കെ സ്റ്റാലിൻ സർക്കാർ കരുതുന്നത് ന്യൂനപക്ഷങ്ങൾ ഒരു N ബ്ലോക്ക് ആയിക്കൊണ്ട് DMK-ക്കൊപ്പം ഈ ഇന്ത്യ സഖ്യത്തിനൊപ്പം നിന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഒപ്പം ഇവരുടെ ഫ്രീ ബീസ് പൊളിറ്റിക്സ് കൂടെ അതിന് ഒപ്പം ചേരുമ്പോൾ വീണ്ടും ഭരണം ഉറപ്പിക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയാണ്. കാരണം അതായത് സനാതന ധർമ്മത്തെ എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു സനാതന ധർമ്മ വിരുദ്ധ വികാരം ആളിക്കത്തിച്ചുകൊണ്ട് ഒരു വോട്ട് ബാങ്ക്, അതാണ് സ്റ്റാലിൻ ലക്ഷ്യം വെച്ചത്. പക്ഷേ അതിന് കൃത്യമായ ഒരു മറുപടി ജനങ്ങൾ നൽകും, തമിഴ് ജനത നൽകും. ഒപ്പം തന്നെ ഈ വനിതാ സംവരണ ബില്ലിന്മേലുണ്ടായ പ്രശ്നങ്ങൾ, അവിടുത്തെ തമിഴ് സ്ത്രീകൾ ചുട്ട മറുപടി സർക്കാരിന് നൽകും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം കൂടി ഉണ്ടല്ലോ NDA ക്യാമ്പിന്. അതായത് ഈ സനാതന ധർമ്മ വിരുദ്ധ വികാരം ആളിക്കത്തിച്ച DMK-ക്ക് നൽകാൻ പോകുന്ന ആ ഒരു മറുപടി, ആ ഒരു മറുപടിയെ കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ചേർത്ത് വായിക്കണ്ടേ? തീർച്ചയായിട്ടും NDA പ്രതീക്ഷിക്കുന്നത് ഈ സനാതന ധർമ്മത്തിന് നേരെ വലിയ രീതിയിലുള്ള ആക്രമണമാണ് DMK നടത്തിയത്, ഇന്ത്യ സഖ്യം നടത്തിയത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തിരുപ്പരംകുന്റം എന്ന തമിഴ്നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം, മുരുകൻ്റെ 6 പട വീടുകളിലെ ആദ്യത്തെ വീട്, അവിടെയായിരുന്നു അവിടുത്തെ ശ്രീകന്ദർ മലയെ സിക്കന്ദർ മലയാക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നതും അവിടെ കൊണ്ടുപോയി മാംസം മൃഗബലി നടത്താൻ ശ്രമിച്ചതും മാംസഭക്ഷണം അവിടുത്തെ MP, അതായത് രാമനാഥപുരം MP-യുടെ നേതൃത്വത്തിൽ മാംസഭക്ഷണം മലയുടെ മുകളിൽ ഇരുന്ന് കഴിച്ചതും ഒക്കെ ഹൈന്ദവ ജനതയ്ക്ക് വലിയ രീതിയിലുള്ള വേദന ഉളവാക്കിയിട്ടുള്ള കാര്യമാണ്. അതൊക്കെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നുള്ളതാണ് NDA കണക്ക് കൂട്ടുന്നത്. വലിയ മുരുക മാനാട് ഉൾപ്പെടെ ഈ വിഷയത്തിൽ സ്റ്റാലിൻ സർക്കാരിനെതിരെ ഉണ്ടായിരുന്നു. കോടതി പോലും ആ വിഷയത്തിൽ ഈ ഹൈന്ദവ ജനതയ്ക്കൊപ്പം നിന്നപ്പോൾ സ്റ്റാലിൻ സർക്കാർ ഹൈന്ദവ ജനതയ്ക്കൊപ്പം നിന്നില്ല എന്ന് മാത്രമല്ല, അവിടെ ഒരു ദീപത്തൂണുണ്ട് മലയുടെ മുകളിൽ. ആ ദീപത്തൂണിൽ ദീപം തെളിയിക്കുന്നതിനെ അതിനെ കൃത്യമായി അനുവദിക്കാതെ അവിടെ തടസ്സം നിന്നത് സർക്കാരായിരുന്നു, തമിഴ്നാട്ടിലെ ദേവസ്വം ബോർഡായിരുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ അതേ മലയുടെ മുകളിലേക്ക് അവിടുത്തെ ഒരു ദർഗയിലെ ആളുകൾക്ക് ഒരു കൊടിയുമായി പോകുന്നതിനൊക്കെ അനുമതി നൽകുകയും അതിന് വേണ്ട സുരക്ഷ ഒരുക്കുമെന്നുൾപ്പെടെ സ്റ്റാലിൻ സർക്കാർ പറഞ്ഞു. അത്തരത്തിൽ ഹൈന്ദവ ജനതയെ വലിയ രീതിയിൽ അപമാനിക്കുന്ന, അവർക്ക് വേദനയുണ്ടാക്കുന്ന പ്രവർത്തികളായിരുന്നു സ്റ്റാലിൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അതൊക്കെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നുള്ളതാണ് NDA കണക്ക് കൂട്ടുന്നത്. പക്ഷേ DMK-യുടെ ഒരു പിൻബലം എന്നുള്ളത് അവർ ഈ നടത്തിയിട്ടുള്ള ഹൈന്ദവ വിരുദ്ധ കാര്യങ്ങളെല്ലാം അത് കൃത്യമായിട്ട് തന്നെ ന്യൂനപക്ഷ തമിഴകത്തെ റെക്കോർഡ് പോളിംഗിൽ കൂട്ടിയും കിഴിച്ച് മുന്നോട്ട് പോവുകയാണ് മുന്നണികൾ. ഒരു വലിയ മാറ്റത്തിന്റെ കൊടുങ്കാറ്റ് അവിടെ ആഞ്ഞു വീശുന്നുണ്ട്. അതായത് ആ പോളിംഗ് ശതമാനം കൂടിയത് ഒരു വലിയ സൂചനയാണ് നൽകുന്നത്. എന്തായാലും വളരെ വിശദമായ ഒരു രാഷ്ട്രീയ ചിത്രം എത്ര കൃത്യമായാണ് ഞങ്ങളുടെ പ്രതിനിധി അരുൺ ആലത്തൂർ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.